ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കുകയാണ്. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തും എന്നാണ് തമിഴ്നാട് ഇപ്പോൾ അറിയിക്കുന്നത്. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല, ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. രാഹുൽ, ഇപ്പോഴെത്രയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്? നാളെ ഈ വെള്ളം തുറന്നു വിടുന്നതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെ, എപ്പോഴായിരിക്കും ഈ അതിന്റെ മുന്നോടിയായുള്ള കാര്യങ്ങൾ തുടങ്ങുക? രാഹുൽ. വിജയകുമാർ, 136 അടി, അതായത് റൂൾ കർവ് പരിധിയായ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നാളെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളമൊഴുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 1000 ഘനയടി വെള്ളം വരെ തുറന്ന് പെരിയാറിലേക്ക് ഒഴുക്കും എന്നുള്ളതാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജലനിരപ്പ് ഉയർന്ന വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട് എങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കേണ്ട തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ കളക്ടറും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 മണിക്കൂർ കൊണ്ടാണ് 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 4000-ഓളം ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2200 ഘനയടിയാണ്. ശേഷം അവശേഷിക്കുന്ന വെള്ളം, കൂടുതലായി എത്തുന്ന വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുക എന്നുള്ളതാണ് തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. എന്തായാലും നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് തന്നെയായിരിക്കും ഈ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകുക. ഏതെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് ഷട്ടറുകൾ ഉയർത്തുന്ന ഒരു നടപടി തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. 2021 അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ധാരണയിൽ രാത്രി കാലങ്ങളിൽ ഈ ഷട്ടറുകൾ ഉയർത്തണ്ട എന്നൊരു തീരുമാനം എത്തിയിരുന്നു. മാത്രമല്ല നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകണം, അതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ കേരളത്തിലേക്ക് വെള്ളം ഒഴുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് ഷട്ടറുകൾ ഉയർത്തും എന്നുള്ളത് തമിഴ്നാട് രേഖാമൂലം കേരളത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും വിധത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിൽ പെരിയാറിന്റെ തീരത്ത് ഇല്ല. രാഹുൽ, ഈ മഴ ഈ മേഖലയിൽ തുടരുന്നുണ്ടോ? അതായത് നാളെ 1-2 ദിവസം കുറെ വെള്ളം തുറന്നു വിട്ടാൽ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് കാര്യമായ മാറ്റം ഉണ്ടാകും. നീരൊഴുക്കിന്റെ ശക്തി എങ്ങനെയാണ്? കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളവും ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളവും അതാണല്ലോ ഇപ്പോഴത്തെ നമ്മൾ പരിശോധിക്കേണ്ടത്. അതിന്റെ ഒരു അനുപാതം എങ്ങനെയാണ് ഇപ്പോൾ? തീർച്ചയായിട്ടും, അതായത് ഈ നാളെ രാവിലെ 10 മണിക്ക് ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയാണ്, അല്ലെങ്കിൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളം ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ ഈ ജലനിരപ്പ് ഒരു ലെവലിൽ നിൽക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഈ ഷട്ടറുകൾ തുറക്കുന്ന തീരുമാനം പിൻവലിക്കാൻ തമിഴ്നാടിന് സാധ്യതയുണ്ട്. പക്ഷേ ഒരു അറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് ഈ 136 അടിയിലേക്ക് റൂൾ കർവ് പരിധിയിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളവും തമിഴ്നാടും സംയുക്തമായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ രാവിലെ 10 മണിക്ക് സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം ഒഴുക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയാണ് എങ്കിൽ ഈ തീരുമാനം മാറ്റുന്നതിൽ തമിഴ്നാടിന് യാതൊരു വിമുഖതയും ഉണ്ടാകില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കേരളത്തിലേക്ക് ഒഴുക്കുക എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമല്ല, അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ തീരുമാനമല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും വിധത്തിൽ അതിന്റെ പരമാവധി സംഭരണ ശേഷിയിലേക്ക് ഈ ജലനിരപ്പ് എത്തുക, സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഡാമിന് മറ്റ് സാങ്കേതിക തകരാറുകളില്ല, സാങ്കേതിക പ്രശ്നങ്ങളില്ല, ജലനിരപ്പ് കൂടിയാലും പ്രശ്നങ്ങളില്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടത് തമിഴ്നാടിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അവർ പരമാവധി സംഭരണ ശേഷിയിൽ ജലനിരപ്പ് നിർത്താൻ വേണ്ടി മാത്രമേ ശ്രമിക്കുകയുള്ളൂ. കേരളത്തിലേക്ക് ഒഴുക്കി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അത്തരം മാനുഷികമായിട്ടുള്ള പരിഗണന കൂടി തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് 2022 ശേഷം ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ മാത്രമേ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം, കൂടുതലായിട്ടുന്ന വെള്ളം 136 അടിയിലേക്ക് ഉയരുന്ന. ശരി രാഹുൽ, എന്തായാലും ജില്ലാ ഭരണകൂടം ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആശങ്ക വേണ്ട, വളരെ ശ്രദ്ധയോടുകൂടി ഈ സമയം മുന്നോട്ട് പോയാൽ മതി. ഏതെങ്കിലും തരത്തിൽ ആശങ്കയുടെ അന്തരീക്ഷമില്ല. ജലനിരപ്പ് ക്രമപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചെന്ന് തമിഴ്നാട് സർക്കാരും ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്.